സോ എനിക്ക് പണ്ട് മുതലുള്ള ഡൗട്ടാണ്, ഇതിപ്പോൾ ബിടെക്കിന് കുറേ ടൈപ്പ് ബ്രാഞ്ചസ് ഉണ്ടല്ലോ, ഇപ്പോൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, CS. അപ്പോൾ ഇതിൽ ഇവർ ശരിക്കും ഈ ബിടെക് പഠിച്ചിട്ട് എഞ്ചിനീയേഴ്സ് എന്താ ജോലി, നിങ്ങൾ ശരിക്കും ഇപ്പം ഞങ്ങൾ ഡോക്ടേഴ്സ് എന്താ ചെയ്യുന്നുള്ളത് മോറോർലെസ് എവിഡൻ്റ് ആണ് എല്ലാവർക്കും. പക്ഷേ എഞ്ചിനീയേഴ്സ് ശരിക്കും നിങ്ങൾ എന്താണ് ചെയ്യുന്നുള്ള കാര്യം ഇപ്പോൾ യാസീൻ ശരിക്കും എന്താ ഓഫീസിൽ പോയാൽ ചെയ്യുക? ഞാനൊരു സെമി കണ്ടക്ടർ എഞ്ചിനീയറാണ്. ഞങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സിമ്പിളായിട്ട് പറയാം. നിങ്ങളൊരു ഐഫോൺ വാങ്ങി, iPhone 17 ഈ വർഷം വാങ്ങി, iPhone 18 അടുത്ത വർഷം വരുന്ന സമയത്ത് നിങ്ങൾ വാങ്ങാൻ താല്പര്യം ഉണ്ടാവും. എന്താണ് അതിലുള്ള ഒരു ചേഞ്ച്? അത് ആപ്പിളിലെ എഞ്ചിനീയേഴ്സ് ഇരുന്ന് വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇൻ്റലിൻ്റെ ഈ വർഷത്തെ പുതിയ ഇറങ്ങിയ സീരീസ് നിങ്ങൾ വാങ്ങി, അടുത്ത വർഷം നിങ്ങൾ പെർഫോമൻസ് കൂട്ടാൻ വാങ്ങി. അപ്പോൾ നമ്മൾ എഞ്ചിനീയേഴ്സ് ചെയ്യുന്ന പണി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ പെർഫോമൻസ് ഏരിയ, അതായത് പവർ കുറക്കുക എന്നുള്ളത്. പവർ കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ബാറ്ററി ലൈഫ് കൂടുതൽ കിട്ടുക. രണ്ടാമത്തെ പെർഫോമൻസ് കൂടിക്കഴിഞ്ഞാലാണ് നമുക്ക് സ്പീഡിൽ കാര്യങ്ങൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും പറ്റുക. മൂന്നാമത്തെ ഏരിയ കുറക്കുക എന്നുള്ളത്. കാരണം ഏരിയ കുറച്ച് കഴിഞ്ഞാലാണ്, ഇപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഇൻ്റലിൻ്റെ ചിപ്പുകൾ തന്നെ ഇപ്പോൾ നമുക്കൊരു 10 വർഷം മുന്നത്തൊക്കെ എടുക്കുകയാണെങ്കിൽ അന്നത് 14 നാനോമീറ്ററിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 വർഷം കഴിയുന്ന സമയത്തും അത് അതിൻ്റെ പകുതി സൈസായിട്ട് മാറി. ഇപ്പോൾ ഏകദേശം 2 നാനോമീറ്റർ അല്ലെങ്കിൽ 18 ആങ്സ്ട്രോം ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ പുതിയ പ്രോഡക്ട്സ് ഒക്കെ. അപ്പോൾ ഇത് വരുന്ന സമയത്ത് ഇത് സൈസ് ചെറുതായിട്ട് വരികയാണ്. അപ്പോൾ നമുക്കൊരു ഗിവൺ ഏരിയയിൽ കൂടുതൽ ചിപ്സ് വെക്കാൻ പറ്റും, കൂടുതൽ ട്രാൻസിസ്റ്റേഴ്സ് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ പെർഫോമൻസ് കിട്ടും. അതുതന്നെയാണ് കസ്റ്റമേഴ്സ് വിചാരിക്കുന്നതും. അപ്പോൾ നമ്മൾ ആസ് എ എഞ്ചിനീയർ നമ്മൾ ഇന്നൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത വർക്ക്, ഇത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർക്ക് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ പെർഫോമൻസ് എങ്ങനെ കൂട്ടാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ പലർക്കും ഒരു സംശയമാണ്, ഒരു സെമി കണ്ടക്ടർ എഞ്ചിനീയർ എങ്ങനെയാണ് വീട്ടിലിരുന്നുകൊണ്ട് വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഒരു വർക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയാണ് ഞങ്ങൾ ചിപ്പ് ഡിസൈൻ ചെയ്യുക എന്നുള്ളത്. അതായത് കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് സോഫ്റ്റ്വെയറിൽ വെച്ചിട്ട് എവിടേക്ക് ഒരു ട്രാൻസിസ്റ്റർ വേണം, അതെങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളൊരു ലോജിക്കുകൾ തയ്യാറാക്കിയിട്ട് നമ്മളത് റെഡി ആയിട്ട് എല്ലാം ചെക്ക് ചെയ്യും. എവിടെയെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു വാല്യൂ ട്രാൻസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് എവിടെയെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടോ, എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഫൈനലി തായ്വാൻ സെമി കണ്ടക്ടർ പോലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ പോലെ ഫൗണ്ടറിയിലോട്ട് ഈ ചിപ്പ് നമ്മൾ ഒരു പേപ്പർ എങ്ങനെയാണോ പ്രിൻ്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു വീഡിയോ എങ്ങനെയാണ് ഔട്ട് ആകുന്നത്, അതുപോലെ നമ്മൾ ഈ ചിപ്പ് പ്രിൻ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കൊടുക്കും. അതിനാണ് ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത്. അത് ഒരിക്കൽ ചിപ്പ് ഫാബ്രിക്കേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പോയിട്ട് നമുക്ക് ഒരു ചേഞ്ചസും വരുത്താൻ പറ്റും. ബിക്കോസ് ആ ഒരു ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ നാനോമീറ്റർ സൈസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്രയും ഇതിന് മുന്നേ അത്രയും ഹോം വർക്ക് അല്ലെങ്കിൽ പ്രീ വർക്ക് ചെയ്തിട്ടാണ് ഇതൊരു ഫൈനൽ പ്രൊഡക്ഷന് പോകുന്നത്. ഇതാണ് ഒരു സെമി കണ്ടക്ടർ എഞ്ചിനീയർ ചെയ്യുന്നത്.